ജമ്പർ ഡ്രസ് ഒക്കെ ഇട്ട് ചാച്ചിറങ്ങാൻ റെഡിയായല്ലോ. എന്താടാ അപ്പൂസേ? ചിക്കുന്നോ? റിയ, ഇവൻ എന്താ പറയണേ? ഓ, സിംഗക്കുട്ടി ഡ്രസ് എന്നാണോ പറയുന്നത്? അത് ശരി, അതിനിത് സിംഗക്കുട്ടിയല്ലല്ലോ, കരടിക്കുട്ടിയല്ലേ? ശരി ശരി, ചിങ്കക്കുട്ടിയോ പുലിക്കുട്ടിയോ കരടിക്കുട്ടിയോ ഏത് കുട്ടിയായാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ആദ്യകുട്ടിക്ക് എല്ലാ ഡ്രസ്സും അടിപൊളിയാ. ഇപ്പൊ അപ്പൂസ് എന്ത് ചെയ്യാൻ പോവാണ്? ഇത് ചിക്കു ഡ്രസ് ഒക്കെ ഇട്ടിട്ടേ ചാച്ചിറങ്ങാൻ പോവാണ്. പാടാ അപ്പൂസേ, ചേച്ചിക്കും അപ്പൂസിനും കൂടെ ചാച്ചിറങ്ങാം. എന്ത് കാറോ? കാറോ? ഇപ്പൊ ഉറങ്ങാൻ പോണ സമയത്ത് കാർ എന്തിനാടാ അപ്പൂസേ? ഇപ്പൊ നമുക്ക് ചാച്ചിറങ്ങാൻ പോവല്ലേ? ഉറങ്ങി എണിച്ചിട്ട് നാളെ നമുക്ക് കാറ് വെച്ച് കളിക്കാം. അയ്യോ അമ്മ, ആ കാർ എടുത്തില്ലല്ലോ. അയ്യോ എന്റെ ദൈവമേ, ഇവ ഉറങ്ങുമ്പോ ഇടയ്ക്ക് ആ കാറ് വേണമെന്ന് പറയും. അതും പിടിച്ചിട്ടാണ് ഇവ ഉറങ്ങുക. അത് മറക്കാതെ ഇങ്ങോട്ട് വരുമ്പോ എടുത്തു വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പിന്നെ എല്ലാം റെഡിയായി വരുന്ന തിരക്കില് ആ കാറ് മറന്നങ്ങ് വീട്ടിൽ തന്നെ വെച്ചിട്ട് വന്നു. അയ്യോ എടാ അപ്പൂസേ, ആ കാറ് അവിടെ നമ്മുടെ വീട്ടിലാടാ ഉള്ളത്. ഇങ്ങോട്ട് അങ്കിളുടെ വീട്ടിൽ വരുമ്പോ ആ കാർ എടുക്കാൻ അമ്മ മറന്നു പോയടാ. ഇവിടെ ആ കാർ ഇല്ലടാ അപ്പൂസേ. നീ ഒന്ന് ചാച്ചുറങ്ങ്. നമുക്ക് നാളെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് ആ കാർ എടുക്കാം. അപ്പൂസേ, അമ്മയുടെ മുത്തുമണിയല്ലേ? ഇവിടെ നോക്കടാ അപ്പൂസേ, ആ കാറ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത്. നമുക്ക് വീട്ടിൽ പോയിട്ട് ആ കാർ എടുക്കാം. ഇപ്പൊ അപ്പൂസിന് ചാച്ചിറങ്ങ്. അമ്മ വേറെ കളിപ്പാട്ടം തരട്ടെ? നിക്കട്ടാ, അപ്പൂസിന് അമ്മ വേറെ കളിപ്പാട്ടം തരാം. ആ, ഇത് കണ്ടോ ബണ്ണി? ഈ ബണ്ണിനെ കാണാനേ അങ്ങനെ നമ്മുടെ അപ്പൂസിനെ പോലെ ഉണ്ട്. ഇപ്പൊ അപ്പൂസും ബണ്ണിയും ഒരേ കളർ ഡ്രസ്, സെയിം ബീഞ്ച്. അപ്പൂസേ, കാർ അവിടെ ഇരിക്കട്ടെ. ഇത് നോക്കൂ ബണ്ണി. ഇപ്പൊ ചാച്ചിറങ്ങുമ്പോ ഈ ബണ്ണിയും അപ്പൂസും കൂടെ ചാച്ചിറങ്ങാൻ പോവാണ്. അയ്യോ, ഇവൻ കരയാൻ തുടങ്ങിയല്ലോ. അപ്പൂസേ കരയല്ലടാ, കാറ് നമ്മുടെ വീട്ടിലല്ലേ ഉള്ളത്. ഇപ്പൊ കാറ് വേണമെന്നും പറഞ്ഞ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഇവിടെ കാറൊന്നും ഇല്ലടാ, ഈ ബണ്ണി തന്നെ ഉള്ളത്. ഇന്ന് ഒരു ദിവസം ഈ ബണ്ണിയും പിടിച്ച് ഉറങ്ങടാ അപ്പൂസേ. നാളെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകും. പിന്നെ അപ്പൂസിന്റെ കാർ എടുക്കാം. അയ്യോ എന്റെ ദൈവമേ, ഇവനൊരു സാധനം വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കാൻ നിന്നാ പിന്നെ ആ സാധനം കിട്ടിയാലേ കരച്ചിൽ നിർത്തോളൂ. ഇപ്പൊ ഈ രാത്രിയില് ഇവന്റെ കാർ തന്നെ വേണമെന്നും പറഞ്ഞ് കരഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ആ കാർ അവിടെ വീട്ടിലല്ലേ ഉള്ളത്. ഐഷു, എന്ത് പറ്റി? എന്തിനാ അപ്പൂസ് കരയുന്നത്? അയ്യോ കയൽ, അതൊന്നുമില്ല. അവന്റെ ഒരു കാറുണ്ട് അവിടെ വീട്ടില്. അവൻ എപ്പോ ഉറങ്ങുമ്പോഴേ കാറും പിടിച്ചിട്ടാ ഉറങ്ങുക. ആ കാർ ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. ഇപ്പൊ ആ കാറുണ്ടെങ്കിലേ ഉറങ്ങുള്ളൂ പറഞ്ഞ് കരയാണ്. അയ്യോ, ആ കാറുണ്ടെങ്കിലേ ഉറങ്ങുന്നും പറഞ്ഞത് മറക്കാണ്ട് എടുത്തിട്ട് വരണ്ടേ ഐഷു? അയ്യോ, ഞാനത് മറക്കാതെ എടുത്തു വെക്കണമെന്ന് വിചാരിച്ചതാ കയ്യൽ. പിന്നെ എല്ലാരും കൂടെ റെഡിയാവുന്ന തിരക്കിലേ മറന്നുപോയി. ഇപ്പൊ അവൻ കാറുണ്ടെങ്കിലേ ഉറങ്ങുന്നും പറഞ്ഞ് കരയുക. ഞാൻ എന്തൊക്കെയോ കളിപ്പാട്ടൊക്കെ കാണിച്ചു, പക്ഷെ എന്നാലേ കാറ് തന്നെ വേണമെന്ന് വാശി പിടിച്ച് കരയുക ഇപ്പൊ. അയ്യോ കരയില്ലടാ അപ്പൂസേ, ഒരു കാറിന് വേണ്ടിട്ട് ഇങ്ങനെ കണ്ണിക്കൂടെ പുഴ പോലെയാണല്ലോ വെള്ളം ഒഴുകുന്നത്. ശരി ശരി കരയല്ലേ. ഇവിടെ നിന്റെ കാറില്ല, പക്ഷെ ധീരനേട്ടന്റെ അടുത്ത് ഇവിടെ കൊറേ കാറുണ്ട്. അതിലൊരെണ്ണ ആന്റി കൊണ്ടുവരട്ടെ? അയ്യോ കയ്യൽ, വേണ്ട കയ്യൽ. അവന്റെ കാർ അവന് നല്ലോണം അറിയാം. ആ കാർ തന്നെ വേണമെന്നും പറഞ്ഞ് അവൻ കരയും. ആ ശരി, ഇപ്പൊ ആ കാർ തന്നെ വേണമെന്നും പറഞ്ഞാ എന്ത് ചെയ്യും? അത് വീട്ടിലല്ലേ ഉള്ളത്. ഇപ്പൊ അതിനു വേണ്ടി വീട്ടിൽ പോയി എടുക്കാൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമില്ല ഐഷു, ഇവിടെ വേറെ കാറൊക്കെ ഉണ്ട്. ചിലപ്പോ അതിലേതെങ്കിലും ഒരു കാറ് കൊടുത്താൽ ഇവൻ സമാധാനായി കാണും. നിക്ക്, ഞാൻ പോയി ധീരന്റെ ഒരു കാറ് കൊണ്ടുവരാം. അത് കൊടുക്കുമ്പോ ഇവ ശരിയാവോന്ന് നോക്കാൻ നിക്ക്. ആ ശരി കയ്യൽ, എന്നാ നോക്ക, ഒരെണ്ണം കൊണ്ടുവാ. ആ ശരി, നിക്കട്ടെ, ഞാൻ കൊണ്ടുവരാം. അപ്പൂസേ, നിനക്ക് കാറല്ലേ വേണ്ടത്? ഇതാ ഈ കാറ് വെച്ചോ. ആ ഇതും കാറ് തന്നെയാണ് അപ്പൂസേ. ധീരനേട്ടന്റെ കാറാ. ധീരന്റെ അടുത്ത് ഇതുപോലെ കുറെ കാറുണ്ട്. ഇത് നീ വെച്ചോ.
നിനക്ക് കാറല്ലേ ഇഷ്ടം? ഈ കാറ് നീ നിന്റെ വീട്ടിക്ക് പോണ വരെ വെച്ച് കളിച്ചോ. ഇനിയിപ്പോ വീട്ടിക്ക് കൊണ്ടുപോയാലും കുഴപ്പമില്ല. അയ്യോ കയ്യാൽ, വീട്ടിക്കൊന്നും വേണ്ട. ഇവിടെ ഇരിക്കുന്നവരെ ഈ കാറ് വെച്ച് സമാധാനമായിട്ട് കരയാതെ കളിച്ചാ മതി. അതൊക്കെ അപ്പൂസ് കളിക്കും അല്ലേ അപ്പൂസേ? ഇവിടെ ഈ കാറ് വെച്ച് കളിച്ചോട്ടോ. ആ അപ്പൂസ് കരച്ചിൽ നിർത്തിയല്ലോ. ഓ ഭാഗ്യം. എവിടെ ഇനിയിപ്പോ അവന്റെ കാറ് തന്നെ വേണമെന്നും പറഞ്ഞ് കരഞ്ഞ് വാശി പിടിക്കുന്നു വിചാരിച്ചതാ. കുഴപ്പമില്ല, ഈ കാറ് കൊടുത്തപ്പോ കരച്ചിൽ നിർത്തി. ആ ശരി യേശു, എന്നാലും കരച്ചിൽ നിർത്തിയല്ലോ. ഇനിയിപ്പോ വീണ്ടും കരയാൻ തുടങ്ങുമ്പോഴേക്കേ മെല്ലെ അങ്ങ് അവനെ ഉറക്ക്. ആ ശരി കയ്യിൽ, ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോ. ആ ശരി യേശു. ആ അപ്പൂസിന് കാറ് കിട്ടിയോ? ശരി ശരി, ഈ കാറ് വെച്ച് കളിച്ചോട്ടോ. പിന്നെ അമ്മ നിനക്ക് അവിടെ പാല് ആറ്റി വെച്ചിട്ടുണ്ട്, പോയി പാലെടുത്തിട്ട് വരാം. പാല് കുടിച്ചിട്ട് മിണ്ടാതെ ഈ കാറും പിടിച്ച് ഉറങ്ങണം. ശരി റിയ, അപ്പൂസിനെ നോക്കിക്കോ. അമ്മ പോയി അപ്പൂസിന് പാലെടുത്തിട്ട് വരാം. ശരി അമ്മ. ഇത് എന്റെ കാറല്ലേ? ഈ കാർ എങ്ങനെ എന്റെ കയ്യിൽ വന്നത്? ഇത് എന്റെ കാറാണ്. ഇതെന്തിനാ നിങ്ങൾ എടുത്തത്? ആ കാർ ഇങ്ങോട്ട് താ. ഞാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞതല്ലേ, ഈ വീട്ടിലുള്ളതെല്ലാം എന്റെ കളിപ്പാട്ടമാ. ഇതൊന്നും നിങ്ങൾ എടുക്കാൻ പറ്റില്ലെന്ന്. പിന്നെന്തിനാ വീണ്ടും വീണ്ടും എന്റെ കളിപ്പാട്ടം തന്നെ എടുക്കുന്നത്? ഇത് എന്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്ന പുതിയ കാറാ. ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. ഇത് മാത്രമല്ല, ഈ വീട്ടിലെ ഒരു സാധനം നിങ്ങൾ എടുക്കാൻ പാടില്ല. ഇനി എന്റെ കളിപ്പാട്ടം എടുത്തോ? എവിടെ നിങ്ങളൊക്കെ കേറി വന്നോളും. വന്നിട്ട് എന്റെ കളിപ്പാട്ടം എടുക്കണോ? ഇനി എന്റെ കളിപ്പാട്ടോ സാധനം വലുത് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. അയ്യോ എന്താടാ അപ്പൂസേ, എന്താ വീണ്ടും കരഞ്ഞിട്ടിരിക്കണേ? റിയ, അപ്പൂസ് ഇപ്പോഴല്ലേ ശരിയായത്, വീണ്ടും എന്തിനാ കരയുന്നത്? അയ്യോ ശരി പോട്ടെ, വിടടാ അപ്പൂസേ, അത് അവന്റെ കാറല്ലേ. അയ്യോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ കാറ് കൊടുത്തപ്പോ കുറച്ച് ശരിയായതാണ്. ഇനിയിപ്പോ അവനും ചെറിയ കുട്ടിയല്ലേ, അവൻ എന്തറിയും? അത് അവന്റെ കാറാണെന്നും പറഞ്ഞ് അവൻ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടാവും. ഇനി വീണ്ടും പോയി അവനെ കൊണ്ട് ചോദിച്ചാ പിന്നെ അവൻ കരയാൻ നിൽക്കും. എന്തിനാ വേണ്ട. ശരി അപ്പൂസേ പോട്ടെ, വിടടാ. നമ്മുടെ കാർ നമ്മുടെ വീട്ടിലില്ലേ? ഇന്ന് ഒരു ദിവസം തന്നെ, നാളെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവും. പിന്നെ അവിടെ പോയിട്ട് നിന്റെ കാറ്, സൈക്കിള്, നിന്റെ കളിപ്പാട്ടം എല്ലാം വെച്ച് കളിച്ചോ. ഇന്ന് ഒരു ദിവസം മാത്രം ഒന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങടാ അപ്പൂസേ. യേശു എന്തു പറ്റി? എന്തേ അപ്പൂസ് കരയുന്നത്? പാല് കുടിക്കാൻ വേണ്ടിട്ടാണോ? അയ്യോ അല്ല ശിവേട്ടാ, പാല് കുടിക്കാൻ വേണ്ടിട്ടല്ല. അപ്പൂസിന് നമ്മുടെ വീട്ടിൽ അവന്റെ ഒരു കാറില്ലേ, എപ്പോഴും ഉറങ്ങുമ്പോ ഇടക്കായി കാറും പിടിച്ച് ഉറങ്ങില്ലേ, ആ കാറ് വേണമെന്നും പറഞ്ഞ ഒരേ കരച്ചിലാ. എന്നാ പിന്നെ നീ ആ കാർ എടുത്തില്ലേ? ഇല്ല ശിവേട്ടാ, വരുന്ന തിരക്കില് എടുത്തു വെച്ചിട്ട് മറന്നിട്ട് വന്നു. ശരി ഇനിയിപ്പോ ആ കാറില്ലല്ലോ, വേറെ കളിപ്പാട്ടമൊക്കെ കൊടുക്കാന്നും പറഞ്ഞ് എന്ത് കൊടുത്താലും അവ സമാധാനായില്ല. പിന്നെ കയ്യിൽ വന്നിട്ടേ ധീരന്റെ കാർ ഇവിടെ കുറെ ഉണ്ട്, അതിലൊരെണ്ണം കൊടുത്താൽ സമാധാനാവുന്നും പറഞ്ഞ് ഒരു കാറ് കൊണ്ടുവന്ന് തന്നു. ആ കാർ കൊടുത്തപ്പോ അവൻ ശരിയായി. പിന്നെ അത് ധീരൻ അവന്റെ കാറാണെന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് പോയിന്നാ പറയണേ. അതുകൊണ്ട് വീണ്ടും കരച്ചിൽ തുടങ്ങി. ഓ ഇത്രേ ഉള്ളൂ. ശരി, ഇപ്പൊ ആ കാറമ്മ വാങ്ങിച്ചിട്ട് പോയാലെന്താ? ഇവിടെ വീട്ടില് വേറെ കുറെ കാറൊക്കെ ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും ഒരെണ്ണം ഞാൻ കൊണ്ടുവന്ന് തരാൻ നിക്ക്. അയ്യോ ശിവേട്ടാ വേണ്ട ശിവേട്ടാ, പിന്നെ അവന്റെ കാർ എടുത്താ അവനും കരയാൻ നിൽക്കില്ലേ? ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവ അവന്റെ കാറ് കൊടുത്താൽ തന്നെ സമാധാനാവുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യേ, നമ്മുടെ വീട്ടിലേക്ക് പോയി അവന്റെ കാറൊന്ന് കൊണ്ടുവരോ? എന്ത്? നമ്മുടെ വീട്ടിലേക്ക് പോയി കാറ് കൊണ്ടുവരാനോ? ഈ ഐഷു കുട്ടി കരയണെന്നും പറഞ്ഞ് ഇപ്പൊ അത്രയും ദൂരം പോയി ഞാൻ ഇവന്റെ കാർ എടുക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ? അല്ലാതെ ഇവ സമാധാനം ആവില്ല ശിവേട്ടാ. ഞാൻ എന്തൊക്കെയോ കളിപ്പോട്ടൊക്കെ കൊടുത്ത് നോക്കിയതാ. ശരി, നീ ഇങ്ങോട്ട് വാ, ഞാൻ അവനെ സമാധാനം ചെയ്യാം. ശിവേട്ടാ, ഒരു അമ്മ എനിക്ക് എന്നെ അവന്റെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്ത് അവന്റെ കരച്ചിൽ നിർത്തും? ഐഷു, അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ എന്താ അച്ഛനെ കൊണ്ട് പറ്റില്ലേ? നീ ഇങ്ങോട്ട് വാ, അവന്റെ കരച്ചിൽ ഞാൻ നിർത്താം. ആ ഞാൻ ഇത്ര നേരം ട്രൈ ചെയ്തു, എന്തൊക്കെയോ കളിപ്പാട്ടൊക്കെ കൊടുത്തു നോക്കി, എന്നിട്ട് പോലും അവൻ സമാധാനായില്ല. ഇപ്പൊ ഈ ശിവേട്ടൻ എന്ത് ചെയ്യും? എടാ അപ്പൂസേ, എന്തിനാടാ കരയണ്? അപ്പൂസിന് എന്താ വേണ്ടത്?
കാറാണോ വേണ്ടത്? ശരി, അപ്പൂസിന്റെ കാർ അവിടെ നമ്മുടെ വീട്ടിലല്ലേ ഉള്ളത്. നാളെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് അപ്പൂസിന്റെ കാർ എടുക്കാം. നാളെ പോയി അപ്പൂസിന്റെ കാർ എടുക്കുന്നവരെ അപ്പൂസ് അച്ഛന്റെ കാർ വെച്ചോട്ടോ. ഇതാ അച്ഛന്റെ കാറിന്റെ ചാവി. ഈ ചാവി അപ്പൂസ് വെച്ചോ. ഇത് വെച്ചിട്ട് അച്ഛന്റെ കാർ അപ്പൂസ് ഡ്രൂ ഡ്രൂ ഓട്ടിക്കോ. ഈ ചാവി ഇട്ട് അപ്പൂസ് അച്ഛന്റെ കാർ എങ്ങനെ ഓട്ടിക്കും? ആ, അങ്ങനെ അപ്പൂസ് അച്ഛന്റെ കാർ ഓട്ടിക്കും. ഇനിയിപ്പോ അപ്പൂസ് അച്ഛന്റെ കാർ ഡ്രൂ ഡ്രൂ ഓടിച്ചിട്ട് ചാച്ചിറങ്ങാമോ? എന്താ ഇഷു, കണ്ടോ? നീ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും അപ്പൂസിന്റെ കരച്ചിൽ നിർത്താൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ നിർത്തിയത് കണ്ട. ഞാൻ ഇത്ര നേരം എന്തൊക്കെയോ പറഞ്ഞു നോക്കി, കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു നോക്കി, എന്നിട്ട് പോലും കരച്ചിൽ നിർത്തിയില്ല. ഒരേ കരച്ചിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ വന്ന ഒരു കാറിന്റെ ചാവി കൊടുക്കുമ്പോഴേക്കും അങ്ങനെ തന്നെ കരച്ചിൽ നിർത്തിയിട്ട് ചിരിക്കണോ? അതാണ് ഇപ്പൊ മനസ്സിലാക്കിക്കോ ഐഷു. ഒരു അമ്മനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ പോലും ഒരു അച്ഛനെ കൊണ്ട് പറ്റും. എന്താ പിന്നെ, അങ്ങനെയൊന്നുമല്ല. രണ്ടും കള്ളക്കുട്ടികള്. എപ്പോ നോക്കിയാലും അച്ഛന് മാത്രം സപ്പോർട്ട്. അമ്മ എന്തൊക്കെ ചെയ്തിട്ടും എത്ര നോക്കിയിട്ടും ഒരു കാര്യമില്ല. അച്ഛൻ മാത്രം എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചിരിക്കും. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ അനുസരിക്കും. പിന്നല്ലാതെ എന്റെ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലേ കേൾക്കുള്ളൂ. എന്താടാ, രണ്ടുപേരും അച്ഛന്റെ സ്വത്തുമണികളല്ലേ?